Rising importance of the tertiary sector in production. In this graph, we can see in the year 1973 to 1974. Okay, in this year, we can see in this graph, this blue shade is marked as primary sector, this red is secondary, and the green shade is marked as tertiary sector. Okay, we can see in this graph the primary sector is മോർ ഓക്കെ. ഈ ഒരു മൂന്ന് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഇയറിലെ GDP ആണ് കേട്ടോ. ഓരോ സെക്ടറിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന GDP ആണ്. പ്രൈമറി സെക്ടറിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ GDP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദിസ് ഇയർ, ഈ ഒരു ഇയറിലോട്ട് 2013 to 14 എത്തുമ്പോൾ ആ ഒരു GDPയിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവുകയാണ് അല്ലേ. ഇപ്പോൾ ഈ രണ്ട് ഗ്രാഫും കൂടെ തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈമറി സെക്ടറിലും 3 സെക്ടേഴ്സിലും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രൈമറി സെക്ടറിനേക്കാളും കൂടുതലായിട്ട് ടേർഷ്യറി സെക്ടർ ഇൻക്രീസ് ചെയ്തു. ഒരു റാപ്പിഡ് ഇൻക്രീസ് ആണ് ടേർഷ്യറി സെക്ടറിൽ വന്നിട്ടുള്ളത്. ഇവിടെ ടേർഷ്യറി സെക്ടർ വളരെ കുറവായിരുന്നു. ബട്ട് ഇവിടെ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ GDP പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടേർഷ്യറി സെക്ടറിലാണ്. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻക്രീസ് ആണ് ടേർഷ്യറി സെക്ടറിൽ വന്നിട്ടുള്ളത്. സോ വി ക്യാൻ കൺക്ലൂഡ് ഇൻ ദിസ് ഗ്രാഫ് ഓൾ ദി 3 സെക്ടേഴ്സ് ഹാസ് increased the most in tertiary sector. The tertiary sector has emerged as the largest producing sector in ഇന്ത്യ റീപ്ലേസിങ് ദ പ്രൈമറി സെക്ടറിലെ പ്രൈമറി സെക്ടറിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതലും പ്രൈമറി സെക്ടർ ആയിരുന്നു. ബട്ട് ഈ ഒരു 2013 to 14 എത്തുമ്പോൾ അത് ടേർഷ്യറി സെക്ടറാണ്. സോ ഇതെന്ത് ചെയ്യാണ്, ദ ടേർഷ്യറി സെക്ടർ ഹാസ് എമേർജ്ഡ് ആസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടർ ഇൻ ഇന്ത്യ റീപ്ലേസിങ് ദ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടറിനെ റീപ്ലേസ് ചെയ്തിട്ട് ടേർഷ്യറി സെക്ടർ ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടറായിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പെട്ടെന്ന് ഭയങ്കര റാപ്പിഡ് ആയിട്ടാണ് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ് ടേർഷ്യറി സെക്ടറിൽ. ദെൻ വൈ ടേർഷ്യറി സെക്ടർ ഇസ് ഗ്രോയിങ് സോ ഫാസ്റ്റ്? എങ്ങനെയാണ് ടേർഷ്യറി സെക്ടർ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്? ദ റീസൺ ഈസ് increasing in demand for services like transport, banking and health care as the population grows. നമുക്ക് തന്നെ അറിയാം അല്ലേ, നമ്മുടെ ടേർഷ്യറി സെക്ടർ എന്ന് പറയുമ്പോൾ സർവീസ് സെക്ടറാണ്. ഫോർ നമ്മൾ കുറച്ചൊരു മുന്നേ ഉള്ള കാലത്തെ വെച്ചിട്ട് ഒരു ഏഷ്യൻ ടൈം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടുഡേ നമ്മൾ എന്താണ്, വി ആർ വെരി അപ്ഡേറ്റഡ് ആണ്. ടെക്നോളജിക്കലി നമ്മൾ ഭയങ്കര ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്, നന്നായിട്ട് നമ്മൾ ഡെവലപ്പ് ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. സോ നമ്മുടെ സർവീസസിൻ്റെ ഡിമാൻഡും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്, നമ്മുടെ ബാങ്കിങ്, IT ഫീൽഡുകൾ, ഹെൽത്ത് കെയർ, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇന്നോവേഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു മുന്നേ ഉള്ള കാലത്താണെങ്കിൽ ഇത്രയും കൂടുതൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇവിടെ ഇല്ലായിരുന്നു. ഇന്നാണെങ്കിൽ നമുക്കറിയാം ഓരോ വീട്ടിലും, എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്, ഓരോ കാർ അല്ലെങ്കിൽ ഓരോ 2 വീലേഴ്സോ 4 വീലേഴ്സോ, ഒരു വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ വെഹിക്കിൾസ് ഉണ്ട് അല്ലേ. കാർ ഉണ്ടാവും, അതിൻ്റെ കൂടെ വല്ല ബൈക്ക് ഉണ്ടാവാം, ബുള്ളറ്റ് ഉണ്ടാവാം, സ്കൂട്ടി, അങ്ങനെ എന്തെങ്കിലും 2 വീലറും കൂടെ ഉണ്ടാവും. ഇനിയിപ്പോൾ വീട്ടിൽ കൂടുതൽ ആൾക്കാരുള്ള വീട്ടിലാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ എന്തുണ്ട്, ഒരു വെഹിക്കിൾ ഉണ്ട്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 വീലറെങ്കിലും ഇല്ലാത്ത വീടില്ല. ബട്ട് കുറച്ച് മുന്നേ ഉള്ള ടൈമിലാണെങ്കിൽ ഇങ്ങനെ ഓരോ വീട്ടിൽ ഓരോ വെഹിക്കിൾ എന്നുള്ളൊരു സംഭവം ഇല്ലായിരുന്നു. എല്ലാവരും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ബസ്സിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അല്ലേ. അതുപോലെ കുറച്ചും കൂടെ മുന്നേ നോക്കുകയാണെങ്കിൽ കുറേ ലോങ് ഡിസ്റ്റൻസ് വരെ എല്ലാവരും നടന്നു പോയിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം നമ്മൾ അങ്ങനെ നടന്നു പോകുന്നൊന്നുമില്ല. ഇപ്പം എല്ലാവരും എന്താണ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാങ്കിങ്, ഹെൽത്ത് കെയർ, IT സെഷൻസിലൊക്കെ നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതെല്ലാം ടേർഷ്യറി സെക്ടറാണ്. സോ ഈ ഒരു ഡിമാൻഡ്, പോപ്പുലേഷൻ ഗ്രോസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഡിമാൻഡും ഇൻക്രീസ് ചെയ്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടേർഷ്യറി സെക്ടറിൽ അതൊരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്ങിന് അത് കാരണമായിട്ടുണ്ട്. സോ increase in demand for services like transport, banking and healthcare as the population grows. And second point, development in IT and communication technologies has created jobs in cities like Bangalore and Hyderabad. Okay, development in IT and communication technologies, നമ്മൾ പറഞ്ഞ പോലെ തന്നെ IT ഫീൽഡിലും കമ്മ്യൂണിക്കേഷൻസിൽ ടെക്നോളജീസിലൊക്കെ നമ്മൾ നന്നായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ജോബ്സ് ഇൻ സിറ്റീസ് ലൈക്ക് ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഹൈ സിറ്റീസിൽ അല്ലെങ്കിൽ ബിഗ് സിറ്റീസിൽ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടേർഷ്യറി സെക്ടറിനെ ഗ്രോയിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, ടൂറിസം, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഗ്ലോബൽ ട്രേഡ് ആർ എക്സ്പാൻഡിങ് റാപ്പിഡ്ലി. നമുക്ക് ടൂറിസം, ഗ്ലോബൽ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഗ്ലോബൽ ട്രേഡുകളൊക്കെ ഭയങ്കര റാപ്പിഡ്ലി ഇറ്റ്സ് എക്സ്പാൻഡിങ്. അത് കൂടുതലായിട്ട് നമ്മൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ അതിലോട്ടൊക്കെ പോകുന്നത് ഇറ്റ്സ് ഹെൽപ്പിംഗ് ടു
to the growing of the tertiary sector. Okay, these are the main reasons for the fastest growing of our tertiary sector in India. ദെൻ നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഇറ്റ് ഷെയർ ഓഫ് സെക്ടേഴ്സ് ഇൻ GDP ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇൻ ദി ഇയർ ഓഫ് 1973 to 74 ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ സെക്കൻഡറി സെക്ടർ മാത്രമേ കുറച്ചൊരു കുറവുള്ളൂ. പ്രൈമറിയും ടേർഷ്യറിയും നല്ല രീതിയിൽ എന്തുണ്ട് GDP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ ഒരു 2013 to 14 എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ GDP പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ടേർഷ്യറി സെക്ടറാണ്. പ്രൈമറി സെക്ടറിൽ GDP പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ലോ ആയിട്ടുണ്ട് ആസ് കമ്പയർ ടു ദിസ് ഗ്രാഫ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ പ്രൈമറി സെക്ടറിൽ ഇവിടെ എന്തുണ്ട്, പ്രൈമറി സെക്ടറിൽ കുറച്ചൊക്കെ GDP ഉണ്ടായിരുന്നു. പക്ഷേ അത് 2013 to 14 എത്തുമ്പോൾ GDPൻ്റെ ഒരു ഷെയർ ഓഫ് GDP ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ പ്രൈമറി സെക്ടർ ടേർഷ്യറി സെക്ടറാണ് ഏറ്റവും കൂടുതൽ GDP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്രൈമറി സെക്ടർ വളരെ കുറവാണ്. സെക്കൻഡറി സെക്ടറിനേക്കാളും പ്രൈമറി സെക്ടറിൽ എന്തുണ്ട് GDP പ്രൊഡക്ഷൻ കുറവായിട്ടാണുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിലോ ഇത് ഷെയർ ഓഫ് സെക്ടേഴ്സ് ഇൻ എംപ്ലോയ്മെൻറ്റ്, എത്ര പേഴ്സൺസ് ആ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര എംപ്ലോയീസ് ആ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൈമറി സെക്ടറിലാണെങ്കിൽ ഇവിടെ 77 to 78 പ്രൈമറി സെക്ടറിൽ 71% ഓഫ് പീപ്പിളും വർക്ക് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്, 11% സെക്കൻഡറി സെക്ടറിലും ആൻഡ് 18% ആണ് ടേർഷ്യറി സെക്ടറിൽ. ആൻഡ് 2017 to 18 എത്തുമ്പോഴോ ഈ ഒരു പ്രൈമറി സെക്ടറിലെ നമ്പർ കുറഞ്ഞിട്ടുണ്ട് അല്ലേ, 71 to 4 നിന്ന് 44 ആയിട്ടുണ്ട്. എന്നാലും ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പീപ്പിൾ വർക്ക് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിൽ തന്നെയാണ്. 44% ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. ദെൻ സെക്കൻഡറി സെക്ടറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 11 നിന്ന് 25 ആയിട്ടുണ്ട്. ടേർഷ്യറി സെക്ടറും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 18 നിന്ന് 31% ഓഫ് പീപ്പിളും ടേർഷ്യറി സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഗ്രാഫ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് 2017 to 18 കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഏത് സെക്ടറിലാണ്? പ്രൈമറി സെക്ടറിലാണ് അല്ലേ. 44% ഓഫ് പീപ്പിൾ പ്രൈമറി സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി സെക്ടറിലാണെങ്കിൽ 25% ആണ്, ടേർഷ്യറി സെക്ടറിലാണെങ്കിൽ 31% ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീപ്പിൾ വർക്ക് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. ബട്ട് എന്നിട്ടും ഏറ്റവും കുറവ് GDP പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. ബട്ട് ഏറ്റവും കുറവ് GDP മാത്രമാണ് നമുക്ക് പ്രൈമറി സെക്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ ആൾക്കാർ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രൈമറി സെക്ടറിൽ വർക്ക് ചെയ്തിട്ടും നമ്മുടെ പ്രൈമറി സെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന GDP ഈസ് വെരി ലോ ദാൻ അതർ ടു സെക്ടേഴ്സ്? വാട്ട് വാസ് ദ റീസൺ ഓർ വൈ ഇറ്റ് ഹാപ്പൻഡ്? എന്തുകൊണ്ടായിരിക്കും? ദ റീസൺ ഈസ് disguised unemployment. It is the reason, disguised unemployment in the primary sector. പ്രൈമറി സെക്ടറിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് അവിടെ എന്തുണ്ട്, ഒരു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ മോർ പീപ്പിൾ ആർ വർക്കിംഗ് ദാൻ നീഡഡ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യൻ്റെ ഫാമിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫാമേഴ്സിൽ എങ്ങനെയാണ് ഒരു ഫാമിലിക്ക് ചിലപ്പോൾ കുറച്ച് പ്ലേസ് ഉണ്ടാവും, ഒരു 2 hectares ഓഫ് ലാൻഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിളാണ് കേട്ടോ, ഒരു 2 hectares ഓഫ് ലാൻഡ് ഉണ്ടാവും. അവരുടെ ഫാമിലിയിൽ ഒരു എക്സാമ്പിളായിട്ട് ഒരു 5 members ഉണ്ടെന്ന് വിചാരിക്കും. ആ 5 members എന്തായിരിക്കും, ആ സെയിം അവരുടെ ആ ഒരു ലാൻഡിലായിരിക്കും ത്രൂ ഔട്ട് ദ ഇയർ അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ഫാമിലിക്ക് എന്തുണ്ട്, ദർ ആർ ദ ഓണേഴ്സ് ഓഫ് എ 2 hectares ഓഫ് ലാൻഡ് ആൻഡ് ദ ഹോൾ 5 members ഇൻ ദാറ്റ് ഫാമിലി വർക്കിംഗ് അറ്റ് ദി സെയിം പ്ലോട്ട് ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, ബട്ട് അവിടെ എന്തുണ്ടാവുള്ളൂ, ആ ഒരു ഇയറിൽ അല്ലെങ്കിൽ ആ ഒരു ലാൻഡിൽ ഒരു 3 പേഴ്സൺസിനുള്ള വർക്ക്, 3 ആൾക്കാർക്ക് വർക്ക് ചെയ്യാനുള്ള വർക്കേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, 3 members ചെയ്യാനുള്ള വർക്കേ ഉണ്ടാവുള്ളൂ. ബട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 5 members വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ 2 members ഇല്ലേ, അല്ലെങ്കിൽ 2 persons ഇല്ലേ, അവർക്ക് ശരിക്കും അവിടെ വർക്ക് ഇല്ല. ഓക്കെ, അവിടെ എക്സ്ട്രാ ഒരു 2 persons ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്, അവരുടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് എന്തായിരിക്കും ഭയങ്കര സ്ലോ ആയിട്ട് വർക്ക് ചെയ്യും. കുറേ നേരം ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചിരിക്കും, കുറേ അവിടെ എവിടെയും നോക്കിയിരിക്കും, കുറച്ച് നേരമൊക്കെ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഒരാൾ എടുക്കേണ്ട ജോബ് 2 പേര് ചേർന്നിട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 3 പേർക്ക് എടുക്കാനുള്ള ജോബ് 5 persons ചേർന്നെടുക്കുമ്പോൾ 6 റിമൈനിങ് ആയിട്ടുള്ള 2 persons ഉണ്ട്. ആ പേഴ്സൺസിന് എന്താണ്, ആൻഡ് എക്സ്ട്രാ വർക്കേഴ്സ് ഡു നോട്ട് ആഡ് ടു പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ആ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് ഇഫ് എ ഫാമിംഗ് ഫാമിലി ഓഫ് 10 workers ഓഫ് എ സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ്, ബട്ട് ദ വർക്ക് can be done by 4. The remaining 6 people are
ഡിസ്ഗസ്ഡ് അൺഎംപ്ലോയിഡ്. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള 6 പീപ്പിൾസ് എന്താണ്? ഡിസ്ഗസ്ഡ് അൺഎംപ്ലോയിഡ് ആണ്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ? യെസ്, അവർ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. അവർ പ്രൈമറി സെക്ടറിലെ എംപ്ലോയീസ് ആണ്. പക്ഷെ അവർക്ക് വർക്ക് ഉണ്ടോ? അവർക്ക് വർക്കില്ല. അവർക്ക് ചെയ്യാനുള്ള വർക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റില്ല. ഈ 10 പേഴ്സൺസ് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ 4 മെമ്പേഴ്സിനുള്ള വർക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ്, ബാക്കി 6 റിമൈനിങ് ആണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ എന്തില്ല? അവിടെ വർക്കില്ല. അപ്പോൾ അവർക്ക് അവിടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, GDP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്ഗസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഇത്രയും പീപ്പിൾസിൽ ഇത്രയും പീപ്പിൾ ഇവിടെ വർക്ക് ചെയ്തിട്ടും GDPൻ്റെ ലെവൽ ഈസ് വെരി ലോ ആണ്. ഇനി നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട് അല്ലേ. അതിന് നമുക്ക് സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവർക്ക് വേറെ എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രൊവൈഡിങ് ആൾട്ടർനേറ്റീവ് ജോബ്സ് ഇൻ ദ സെക്കൻഡറി ടെർഷ്യറി സെക്ടേഴ്സ്. സെക്കൻഡറി ടെർഷ്യറി സെക്ടേഴ്സിലെ ജോബ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം ബൈ ഓഫറിങ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ നമ്മൾ അവരെ സെക്കൻഡറി ടെർഷ്യറി സെക്ടറിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കുള്ള ജോബ് എന്ത് വേണം? അവിടെ അവർക്ക് ജോബ് വേണം. ജോബ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ദെൻ ഹൗ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ്? ബിൽഡിംഗ് ഇറിഗേഷൻ സിസ്റ്റം ആൻഡ് പ്രൊവൈഡിങ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സീഡ്സ് ടു ഫാമേഴ്സ്. അവർക്ക് എന്ത് ത്രൂ ഔട്ട് ദ ഇയർ, ചില സീസണൽ ആയിട്ടുള്ള ഫാമിംഗ് ആണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ സീസണിലും അവർക്ക് എന്തുണ്ടാവില്ല? പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എല്ലാ സീസണിലും ഓരോ ക്രോപ്സിനും ഓരോ സീസൺ ഉണ്ടാവില്ലേ. അപ്പോൾ സീസൺ ടൈം അല്ലാത്ത സമയത്ത് അവർക്ക് പ്രൊഡക്ഷൻ വെരി ലോ ആയിരിക്കും. അപ്പോൾ ആ സമയത്തും കൂടെ അവർക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഡു എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡിംഗ്. അതുപോലെ ഇറിഗേഷൻ സിസ്റ്റം, അവർക്ക് വാട്ടർ അവൈലബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കുറയും. ഇറിഗേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. സോ നമുക്ക് ഇറിഗേഷൻ സിസ്റ്റം കൊടുക്കുക. അതുപോലെ പ്രൊവൈഡിങ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സീഡ്സ്. ഇത് ഫെർട്ടിലൈസറും വാട്ടർ അവൈലബിലിറ്റി ഇറിഗേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പ്രൊഡക്ഷൻ. അപ്പോൾ GDP ഇൻക്രീസ് ആണെങ്കിൽ പ്രൊഡക്ഷൻ കൂടണം. അപ്പോൾ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സെറ്റിംഗ് അപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ് ടു പ്രോസസ് ഫാം പ്രൊഡക്റ്റ് അല്ലേ. ഫാം പ്രൊഡക്റ്റുകൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമുക്ക് റൂറൽ ഏരിയാസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെയും കുറച്ച് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കിട്ടും, അവിടെയും കുറച്ച് വർക്കും അവർക്ക് കിട്ടും. ദെൻ പ്രൊമോട്ടിംഗ് കൾച്ചറൽ ആൻഡ് എക്കോ ടൂറിസം ടു ക്രിയേറ്റ് ജോബ്സ് ഇൻ വില്ലേജ് ആൻഡ് ടൗൺ. കൾച്ചറൽ ആൻഡ് എക്കോ ടൂറിസം ക്രിയേറ്റ് ചെയ്യാം. അതെന്ത് ചെയ്യാം? അവിടെ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ദെൻ ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് ടു ക്രിയേറ്റ് മോർ ജോബ്സ്. ഓക്കെ,